ഇനി നെക്സ്റ്റ് വരുന്നത് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡുകളാണ്. നമ്മൾ ഓവർഹെഡ് എക്സ്പെൻസിനെ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ശേഷം ദേ ഹാവ് ടു ബി കളക്റ്റഡ്. അതിനെ നമ്മൾ കളക്ട് ചെയ്യണം. അപ്രോപ്രിയേറ്റ് എക്സ്പെൻസ് ഹെഡിങ്സിൽ നമ്മൾ കളക്ട് ചെയ്യണം. ഇപ്പോൾ എക്സ്പെൻസ് ഓഫ് സിമിലർ നേച്ചർ നമ്മൾ ഗ്രൂപ്പ്ഡ് ടുഗദർ, എന്നിട്ട് കളക്റ്റഡ് അണ്ടർ എ സെപ്പറേറ്റ് ഹെഡിങ് ആണ്. ഈ ഗ്രൂപ്പിംഗ് ഓഫ് ഓവർഹെഡ് നമ്മൾ ആക്ച്വലി അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ കൺട്രോളിങ്ങിന് കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സാലറി പെയ്ഡ് എല്ലാം കൂടി ഒരു സാലറി അക്കൗണ്ട്, റെന്റ് പെയ്ഡ് എല്ലാം കൂടി ഒരു റെന്റ് അക്കൗണ്ട്, അങ്ങനെ ഒരു കോമൺ ഹെഡിലേക്ക് ഗ്രൂപ്പ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. എന്നിട്ട് അങ്ങനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ദ അക്കൗണ്ട് ഹെഡിങ്സിന് ഒരു കോഡ് നമ്പർ കൊടുക്കുകയാണ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ആ പ്രോസസ് ഓഫ് അലോട്ടിങ് കോഡ് നമ്പേഴ്സ് ടു വേരിയസ് അക്കൗണ്ട് ഹെഡിങ്ങിനെ നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഫാക്ടറി ഓവർഹെഡിന് സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ് എന്നും അങ്ങനെ നമ്മൾ കോഡ് നമ്പർ കൊടുക്കുക. അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന് ചേർത്ത് കോസ്റ്റ് അക്കൗണ്ട് നമ്പേഴ്സ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തെച്ചാൽ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ on a suitable basis they have to be collected under appropriate expense heading. അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസ് ഹെഡിങ്ങിന്റെ അണ്ടറിൽ നമ്മൾ അതിനെ കളക്ട് ചെയ്യണം. അപ്പൊ സിമിലർ നേച്ചറിൽ ഇപ്പൊ റെന്റ് എല്ലാം കൂടി റെന്റ് അക്കൗണ്ട്, സാലറി എല്ലാം കൂടി അങ്ങനെ കൊടുത്തു. അപ്പൊ അതാണ് നമ്മുടെ കളക്ട് ചെയ്തു. അതിനുശേഷം അതിനൊരു കോഡ് കൊടുക്കുകയാണ്, കോഡിഫിക്കേഷൻ എന്ന് പറയും. ഫാക്ടറി ഓവർഹെഡ് ആണ് എങ്കിൽ അതിനൊരു സ്റ്റാൻഡിങ് ഓർഡർ നമ്പർ എന്നോ, അതല്ല സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട് നമ്പർ എന്നുമാണ് നമ്മൾ കോഡ് കൊടുക്കുക. അതാണ് നമ്മൾ കോഡിഫിക്കേഷൻ കളക്ഷൻ ഓഫ് ഓവർഹെഡിൽ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ് ആണ്. ഇതിന് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓൾ ഐറ്റംസ് ഓഫ് ഓവർഹെഡ്സിനെ കളക്ട് ചെയ്തു സ്യൂട്ടബിൾ ഹെഡിങ്ങിൽ. അതിനുശേഷം യു ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഓവർഹെഡ്സ് ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിങ്ങിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാം. പൊതുവിൽ 2 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സർവീസ് ഡിപ്പാർട്ട്മെന്റും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആക്ച്വൽ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് നടക്കുന്നത്, ഫിനിഷ് ഔട്ട്പുട്ട് കംസ് ഔട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഡു നോട്ട് ടേക്ക് പാർട്ട്, മാനുഫാക്ചറിങ് ഓപ്പറേഷനിലൊന്നും ടേക്ക് പാർട്ട് ചെയ്യണില്ല, പക്ഷെ സർവീസ് കൊടുക്കും അതർ ഡിപ്പാർട്ട്മെന്റ്സിന്. അപ്പൊ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ടു ദ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഇസ് നമ്മൾ അലോക്കേഷനും അപ്പോർഷൻമെന്റും വഴിയാണ് ചെയ്യുക. സോ ഈ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്യുന്നത് ഇറ്റ്സ് ത്രൂ അലോക്കേറ്റിംഗ് അല്ലെങ്കിൽ അപ്പോർഷൻമെന്റ്. സോ അതെന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ ഓവർഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ, പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന നിരക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞത്. ഈ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഐദർ നമുക്കിത് അലോക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് അപ്പോർഷൻ ചെയ്യാം. അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ചാർജിങ് ദ ഹോൾ എമൗണ്ട് ഓഫ് എൻ ഓവർഹെഡ് ഐറ്റം ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഓർ കോസ്റ്റ് സെന്റർ. നമുക്ക് കറക്റ്റായിട്ട് ഇന്ന കോസ്റ്റ് സെന്ററിലേക്ക്, ഇന്ന കോസ്റ്റ് യൂണിറ്റിലേക്ക്, ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പറ്റും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അവർക്ക് അലോക്കേറ്റ് ചെയ്യാം. When an item of overhead is incurred in full with respect to a particular department, നമുക്ക് അവരെ അതിന് ഫുള്ളി ചാർജ് ചെയ്യാം ആ ഡിപ്പാർട്ട്മെന്റിന്. വേജസ് ഓഫ് ഫോർമാൻ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇതൊക്കെ സെപ്പറേറ്റ് മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ കേട്ടോ. ഇലക്ട്രിസിറ്റി ചാർജ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിനും ഓരോ മീറ്റർ ഉണ്ടെങ്കിൽ, കോമൺ ആയിട്ടാണെങ്കിൽ പറ്റില്ല. അപ്പൊ ഇതൊക്കെ അലോക്കേറ്റ് ചെയ്യാവുന്ന എക്സ്പെൻസസ് ആണ്. അതിനാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇനി അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോർഷൻമെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ആൻ ഓവർഹെഡ് ഐറ്റം ടു സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഓൺ എ സ്യൂട്ടബിൾ ബേസിസ്. ഒരു സ്യൂട്ടബിൾ ബേസിസിൽ സെവറൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ ഒരു ഓവർഹെഡ് ഐറ്റത്തിനെ
ഡിവൈഡ് ചെയ്യുന്ന ആ പ്രോസസ് ഓഫ് ചാർജിങ്ങിനെയാണ് നമ്മൾ അപ്പോർഷൻമെന്റ് എന്ന് പറയാം. അപ്പൊ വെൻ an item of overhead നമുക്ക് cannot be identified with a particular department, നമുക്കൊരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓൺ എ സ്യൂട്ടബിൾ ബേസിസ്. ഈ പ്രോസസ്സിനെയാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. എവിടെയാണോ അലോക്കേഷൻ പോസിബിൾ ആവാത്തത് അവിടെയാണ് നമ്മൾ അപ്പോർഷൻമെന്റ് ചെയ്യുന്നത്. സോ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സിൽ നമ്മൾ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ബേസിസ് ഫോർ വേരിയസ് ഐറ്റംസ് ഓഫ് ഓവർഹെഡ്സ് and distribution of amount of overhead to various department are selected the basis on the basis of in accordance with the selected basis. Rent, rate, manager salary, repair and maintenance, insurance, ഇതൊക്കെ അപ്പോർഷൻ ചെയ്യേണ്ട ഓവർഹെഡുകളാണ്. കാരണം കറക്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല ഇന്ന ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ അറിയാൻ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ അപ്പോർഷൻ ചെയ്യും. നമ്മൾക്ക് അലോക്കേഷനും അപ്പോർഷൻമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അലോക്കേഷൻ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ചാർജിങ് ഓഫ് ഹോൾ ഐറ്റംസ് ഓഫ് ഓവർഹെഡ് ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഹോൾ ഐറ്റംസ്, മൊത്തം ഐറ്റംസ് ഓഫ് എൻ ഓവർഹെഡിനെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബിലേക്ക് ഇൻകർ ചെയ്തു എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരിലേക്ക് ചാർജ് ചെയ്യുന്നതാണ് അലോക്കേഷൻ. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് ഓഫ് പോർഷൻ ഓഫ് എൻ ഐറ്റം ഓഫ് ഓവർഹെഡ് ടു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇന്നൊരു ഡിപ്പാർട്ട്മെന്റിന് മാത്രം എന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ അതിന്റെ ചെറിയ ആ ഒരു എൻറ്റയർ ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ചാർജ് ചെയ്യും. ആ ഒരു നമ്മൾ അതിനെ അപ്പോർഷൻമെന്റ് എന്ന് പറയും. അലോക്കേഷന് വേറെ ബേസ് ഒന്നും വേണ്ട, ബിക്കോസ് നമ്മൾ എൻറ്റയർലി ഒരു ഡിപ്പാർട്ട്മെന്റിനാണ് ചാർജ് ചെയ്യണതുള്ളതുകൊണ്ട് അപ്പോർഷൻമെന്റിന് ഇറ്റ് നീഡ്സ് എ സ്യൂട്ടബിൾ ബേസ് വേണം. ഇനി ഐറ്റം ഓഫ് ഓവർഹെഡ് നമ്മൾ അലോക്കേഷനിൽ ഇറ്റ്സ് നോട്ട് ഡിവൈഡഡ് അണ്ടർ അലോക്കേഷൻ, പക്ഷെ അപ്പോർഷൻമെന്റിൽ വേറെ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് അണ്ടർ അപ്പോർഷൻമെന്റ്. ഇനി അലോക്കേഷനിൽ നമുക്ക് ഓവർഹെഡിനെ ഇറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോർഷൻമെന്റിൽ അങ്ങനെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് പ്രോസസ്സാണ്, അപ്പോർഷൻമെന്റ് ഒരു ഇൻഡയറക്റ്റ് പ്രോസസ്സാണ്. അലോക്കേഷൻ ആണ് ഫസ്റ്റ് പ്രോസസ്സ്. ഈ അലോക്കേഷൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മൾ അപ്പോർഷൻമെന്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു എക്സ്പെൻസ് കറക്റ്റ് ആയിട്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻകർ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റിയാൽ അതാണ് എപ്പോഴും നല്ലത്. പക്ഷെ അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ അപ്പോർഷൻമെന്റ് ചെയ്യുക. സോ ഇതാണ് ബേസിക്കലി ഇത് രണ്ടിന്റെയും ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുക. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ് ടു ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓവർഹെഡിനെ ഓവർഹെഡ് എക്സ്പെൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ. അപ്പൊ നമുക്കറിയാം സം എക്സ്പെൻസസ് അലോക്കേറ്റ് ചെയ്യാണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാണ് കൺസേൺഡ് ജോബ് സെന്ററിലേക്ക് അല്ലെങ്കിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. എന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ അപ്പോർഷൻ ചെയ്യാണ് ചെയ്യുക. ഈ അപ്പോർഷൻ ഓഫ് എക്സ്പെൻസസ് ഒരു ഇക്വിറ്റബിൾ ബേസിസിൽ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഒത്തിരി അപ്പോർഷൻമെന്റ് ഓഫ് വേരിയസ് ഓവർഹെഡ് എക്സ്പെൻസസിന് യു ഹാവ് സെവറൽ ബേസിസ്. ആ ബേസിസ് എന്താണെന്ന് ഇനി വരുന്ന സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. ആ ബേസ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ ടു ദ എക്സ്പെൻസ് ആണ്, സോ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ റീസണബിളും ആക്യുറേറ്റും ആവണം. ആ രീതിയിലാണ് നമ്മൾ ബേസ് സെലക്ട് ചെയ്യുക. സോ ഇതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മളുടെ ഈ ഒരു ടേബിൾ കാണിക്കുന്നത് ഡിഫറെന്റ് ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് ആണ്. അസറ്റ്സിന്റെ ഡിപ്രിസിയേഷൻ അത് എപ്പോഴും നമ്മൾ അപ്പോർഷൻ ചെയ്യുക അസറ്റ് വാല്യൂയുടെ ബേസിലാണ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അസറ്റ്സ് അതും അസറ്റ് വാല്യൂയുടെ ബേസിലാണ്. ഇൻഷുറൻസ് ഓഫ് അസറ്റ്സും അസറ്റ് വാല്യൂയുടെ ബേസിലാണ്. ലൈറ്റിംഗ് ഒന്നുകിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഫ്ലോർ ഏരിയയുടെ ബേസിൽ. പവർ ആണെങ്കിൽ HP ഓഫ് മെഷീൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ മെഷീൻ. റെന്റ് ആൻഡ് റേറ്റ്സ് ആണെങ്കിൽ ഫ്ലോർ ഏരിയ. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആണെങ്കിൽ ഫ്ലോർ ഏരിയ. ക്യാൻറ്റീൻ എക്സ്പെൻസ്, വെൽഫെയർ എക്സ്പെൻസ്, ടൈം കീപ്പിംഗ് എക്സ്പെൻസ് ഒക്കെ ആണെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ട് വേജസ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF ESI ഒക്കെ ആണെങ്കിൽ ഡയറക്ട് വേജസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. സൂപ്പർവിഷൻ ചാർജസ് നമ്പർ ഓഫ് എംപ്ലോയീസ്.
ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് ഫ്ലോർ ഏരിയ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻസ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ റിക്വസ്റ്റഡ് ആണ്. ജനറൽ ഓവർഹെഡ് ആണെങ്കിൽ ലേബർ അവേഴ്സ് അല്ലെങ്കിൽ ഡയറക്ട് വേജസ്. ഇന്റേണൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റീം ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ആണ്. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോബ്സ് ഇൻസ്പെക്റ്റഡ് ആണ്. ഇതൊക്കെയാണ് ബേസിസ് ഫോർ അപ്പോർഷൻ. ഇത് നിങ്ങൾ അങ്ങനെ പഠിക്കണം.